പ്രിയപ്പെട്ടവരെ, ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നടക്കുകയാണ്. ഇന്നത്തോടെ വോട്ട് യന്ത്രത്തിൽ കയറും. 23-ാം തീയതി അത് എണ്ണി ഫലം പ്രഖ്യാപിക്കും. ഇന്നത്തെ ദിവസം ഇത് ഏത് നേതാവിനാണ് കൂടുതൽ പ്രധാനമായിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ജയിക്കുന്ന പക്ഷം ആര്യടൻ ഷൗക്കത്തിന് 8 മാസം കേരള നിയമസഭയിൽ അംഗമായിട്ടിരിക്കാൻ പറ്റും. സ്വരാജിനാണെങ്കിലും അത്ര തന്നെ ഉണ്ടാവും. PV അൻവർ എന്തെങ്കിലും പൊട്ടഭാഗ്യത്തിന് ജയിച്ചാൽ അദ്ദേഹം കൈവിട്ട നിയമസഭാ അംഗത്വം വീണ്ടെടുക്കാം. ആ ഒരു 8 മാസത്തോളം കേരള നിയമസഭയിൽ വീണ്ടും അംഗമായിട്ടിരിക്കാം. ഇതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല, പ്രാധാന്യവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തിയാലും അവരുടെ അംഗസംഖ്യ 99-ൽ തന്നെ നിൽക്കും. ഇനി UDF സീറ്റ് പിടിച്ചെടുത്താൽ അപ്പോഴും 98 സീറ്റ് LDFനുണ്ടാകും. UDF 42-ൽ ഒതുങ്ങും. ഭരണമാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രവുമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. K. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 96-2001 സമയത്ത് 6 ഉപതെരഞ്ഞെടുപ്പുകളുണ്ടായി. UDF ജയിച്ച സീറ്റുകളിലും LDF ജയിച്ച സീറ്റുകളിലും ഒക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, എല്ലാ ഉപതെരഞ്ഞെടുപ്പും LDFാണ് ജയിച്ചത്, എറണാകുളത്തടക്കം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ LDFന് ചരിത്ര പരാജയവും UDFന് ചരിത്ര വിജയവും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ ഫലിക്കണമെന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ അരൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. അരൂർ ഷാനിമോൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ്. നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പൊതു തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിലെ റിസൾട്ട് പോലും വേറൊരു രീതിയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് പറഞ്ഞെന്താ വെച്ചാൽ, ഇത് ആർക്കായിരിക്കും ഇതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക, ഏത് നേതാവിനെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനെ ഇത് ഒരു തരത്തിലും ബാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് ജയിച്ചാലും തോറ്റാലും പുള്ളിക്ക് പുല്ലാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീർന്ന മട്ടാണ്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ പോയാലും പുള്ളിക്ക് വളരെ ഒന്നും ഗുണകരമായിരിക്കില്ല. ഒരു 25,000-ന് മീതെ വോട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ PV അൻവർ നിലമ്പൂരിലെ ഒരു ഫിഗറാണ്. ഏറനാട്ടിലെങ്കിലും പുള്ളിക്ക് ഒരു ചവിട്ടാൻ സ്ഥലമുണ്ട്, ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. സ്വരാജിൻ്റെയും ആര്യടൻ ഷൗക്കത്തിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കവിഞ്ഞ സ്റ്റേക്കൊന്നും അവർക്കുമില്ല. മറിച്ച് ഇത് ഏതെങ്കിലും ഒരു നേതാവിന് പ്രസക്തമായിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം സതീശൻ ഇതിലെടുത്തുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഒന്നാമത് PV അൻവറിനെ UDFുമായിട്ട് സഹകരിപ്പിക്കാതിരുന്നത് പ്രധാനമായിട്ടും സതീശൻ്റെ ഒരു പിടിവാശി കൊണ്ടാണ് എന്നൊരു ധാരണ കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്, ലീഗുകാരുടെ ഇടയിലുണ്ട്, പൊതുജനങ്ങളുടെ ഇടയിലുമുണ്ട്. അൻവറിൻ്റെ വർത്തമാനവും പെരുമാറ്റമൊന്നും ആർക്കും സഹിക്കാവുന്നതോ പൊറുക്കാവുന്നതായിരുന്നില്ല. എങ്കിൽ പോലും സതീശൻ കുറച്ചുകൂടി സഹിഷ്ണുത കാണിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി മയത്തിലും നയത്തിലും ഈ അൻവറിനെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹവും ഐക്യമുന്നണിയുടെ ഭാഗമായി നിൽക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ UDF സ്ഥാനാർത്ഥിയുടെ വിജയം വളരെ വളരെ സുനിശ്ചിതമായിരുന്നു. ഒരു 25,000 വോട്ടിനോ 30,000 വോട്ടിനൊക്കെ ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി VS ജോയിയാണ് അവിടെ മത്സരിച്ചതെങ്കിൽ ആര്യടൻ ഷൗക്കത്തിനേക്കാളും ജയസാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആര്യടൻ ഷൗക്കത്തിനോട് എതിർപ്പുള്ള, അദ്ദേഹത്തിനോട് യോജിപ്പില്ലാത്ത കുറേ ആളുകളെങ്കിലും നിലമ്പൂരുണ്ട്. VS ജോയിക്ക് അതുപോലുള്ള നെഗറ്റീവ് ഒന്നും തന്നെയില്ല. അപ്പോൾ മാത്രമല്ല, അൻവറിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു. അതും നടന്നില്ല. അവിടെയും സതീശനാണ് വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ സതീശൻ്റെ കൂടെയുള്ള ആളുകൾ KPCC പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ ആ ലീഗിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഷൗക്കത്തിന് ഇഷ്ടമല്ല. ലീഗുകാർ പ്രചരണത്തിനൊക്കെ വളരെ ശക്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ ഉള്ളിൽ ഷൗക്കത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വെൽഫെയർ പാർട്ടിയൊക്കെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തും അസ്ഥാനത്തും കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ഇവരുടെ മൗദൂദി ചാനലിൽ കൈക്കൊണ്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇദ്ദേഹത്തെ പണ്ടേ കണ്ടുകൂടാ. കാരണം തീവ്രവാദത്തിനും മതമൗലികവാദത്തിനും മതരാഷ്ട്രവാദത്തിനും എതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഷൗക്കത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാധീനതകൾ അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി അവിടെ ഫീൽഡ് ചെയ്തു.
മാത്രമല്ല ഷൗക്കത്തിൻ്റെ സ്ഥാനത്ത് ജോയിയായിരുന്നു സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ സ്വരാജ് മത്സരരംഗത്ത് വരിക തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അൻവർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, ജോയി അല്ല ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് ബോധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് CPM ഒരു റിസ്ക് എടുത്ത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൂടുന്നത്. അപ്പോൾ ഇങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. അൻവർ ഒരു 20,000 വോട്ടൊക്കെ പിടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഷൗക്കത്ത് തോൽക്കുകയും ചെയ്താൽ അത് തീർച്ചയായിട്ടും സതീശനുള്ള ഒരു വലിയ തിരിച്ചടിയായിരിക്കും. കാരണം സതീശൻ്റെ കൂടെയുള്ള ആളുകളുടെയും ടീം സതീശൻ എന്ന് നമുക്ക് പറയാവുന്ന സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുദാസ് ഇവരുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഷൗക്കത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഷൗക്കത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ സതീശൻ ടീമിൻ്റെ പരാജയമാണ്, ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. മറിച്ച് ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുകയാണെങ്കിൽ ഈ ഘടകകക്ഷികളടക്കമുള്ള ആളുകൾക്ക് ആർക്കും പിന്നെ യാതൊരു വോയിസും ഇല്ലാണ്ടാവും. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തെ തൃണവൽക്കണിച്ചുകൊണ്ടാണ് ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയത്. ആ ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചാൽ മലപ്പുറം ജില്ലയിൽ പോലും ലീഗിന് അപ്രമാദിത്വമൊന്നുമില്ല എന്ന കാര്യം വ്യക്തമാവും. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ പാർട്ടി ലീഡറെ, ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തന്നെ തിരിച്ചു കിട്ടും. ആ ഉത്തരവാദിത്വം പാണക്കാട്ടിൽ നിന്ന് എടുത്ത് മാറ്റും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു താലം ഇതിനകത്തുണ്ട്. കോൺഗ്രസ്സുകാരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല ഇതിലെ റിസ്ക് എലമെൻറ്റ് വളരെ കൂടുതലാണ്. ഇപ്പോൾ PT തോമസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയ പോലെയോ, അതല്ല ഉമ്മൻചാണ്ടി മരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കിയ പോലെയോ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് മത്സരിപ്പിച്ച പോലെയോ അല്ല. അതിലൊന്നും ഈ രീതിയിലുള്ള റിസ്ക് ഇല്ല. ഇതിലെ റിസ്ക് എലമെൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ റിസ്ക് എടുത്തിട്ടുള്ളത് സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. മാത്രമല്ല സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം സണ്ണി ജോസഫ് പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ ഈ രണ്ടിൻ്റെ മീതെയുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് തന്നെയാണ് എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് ഇന്ന് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു നേതാവ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് VD സതീശനാണ്. സതീശൻ്റെ ആദ്യത്തെ ലിറ്റ്മസ് ടെസ്റ്റാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ നമ്മുടെ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചാൽ അത് സതീശൻ്റെ അപ്രമാദിത്വം കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ വന്നതിന് തുല്യമാവും. ഒരുപാട് നേതാക്കന്മാർ ഒറ്റയടിക്ക് അപ്രസക്തരായി പോകും. ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്കെങ്കിലും അത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം പേർ ഒറ്റയടിക്ക് അപ്രസക്തരായി തീരും. ഈ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ സതീശൻ്റെ നില മെച്ചപ്പെടും, സതീശൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രഹരശേഷി വർദ്ധിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ഈ ടീം സതീശനും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വലിയ മേൽക്കൈ ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ മത്സരിച്ച് തോറ്റ പല ആളുകൾക്കും ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളും മറ്റു പലതുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സതീശൻ ഒരു കരുണാകരൻ്റെ നിലവാരത്തിലേക്ക് എത്താൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരൻ്റെ നിലയിലേക്ക് രാഷ്ട്രീയമായ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് രാഷ്ട്രീയത്തിൽ, അത് ആ സതീശന് കൈവരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത. ആര്യാടൻ ഷൗക്കത്ത് 2000-3000 വോട്ടിന് ജയിച്ചാൽ പോരാ, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണം, ഒരു 15,000 വോട്ട് അല്ലെങ്കിൽ അതിന് മേലോട്ട് എത്ര ആയാലും കുഴപ്പമില്ല. എത്ര കൂടുന്നോ അതനുസരിച്ച് സതീശൻ്റെ ശക്തി വർദ്ധിക്കും. ഒരുപാട് നേതാക്കന്മാരുടെ കട്ടയും പടവും അടക്കം. അങ്ങനെ ഒരു തലമുറ മാറ്റം തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചെറുപ്പക്കാർക്ക്, കൂടുതൽ ഊർജ്ജസ്വലരായ ആളുകൾക്ക്, കൂടുതൽ വനിതകൾക്ക് ജയസാധ്യത മാത്രം പരിഗണിച്ച് സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിപൂർണമായിട്ടും അപ്രസക്തമാകും. അപ്പോൾ കോൺഗ്രസിനകത്തൊരു പുതുയുഗ പിറവി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയൊരു റിസ്ക് വെച്ചിട്ടാണ് സതീശൻ ഇവിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്. ഈ ബാലറ്റ് യന്ത്രത്തിൽ കാണുന്ന പേരുകൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെയും അതുപോലെ M സ്വരാജിൻ്റെയും PV അൻവറിൻ്റെയും മറ്റു പലരുടെയും ആയിരിക്കും. പക്ഷേ നിലമ്പൂർ യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്.
ബാക്കി കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.